ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ഥിത വൈദ്യുതി എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് 11ാമത്തെ ചാപ്റ്റർ ആയ കാന്തികതയും വൈദ്യുതി എന്നുള്ള ചാപ്റ്റർ പഠിക്കാം കേട്ടോ. ഓക്കെ, അതിനു മുമ്പായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് ചെയ്യട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്ന് 11ാമത്തെ ചാപ്റ്റർ ആയ കാന്തികതയും വൈദ്യുതി എന്നുള്ള ചാപ്റ്റർ നോക്കട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇത് എങ്ങനെയാണ് വായുവിൽ ഉയർന്നു നിൽക്കുന്നത്? ഒരു കാന്തം കൊണ്ടുള്ള ഒരു പരീക്ഷണം ചെയ്ത് നോക്കുകയാണ് അല്ലെ. കാന്തിക വികർഷണമാണ് അതിന് കാരണം. മുകളിലെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. കാന്തത്തിന് ആകർഷിക്കാനും വികർഷിക്കാനും കഴിയുമെന്ന് അറിയാമല്ലോ. എത്രയെത്ര ആവശ്യങ്ങൾക്കാണ് നാം കാന്തം പ്രയോജനപ്പെടുത്തുന്നത് അല്ലെ. നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് കാന്തം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ചില ഉദാഹരണങ്ങളാണ് ഇനി കൊടുത്തിട്ടുള്ളത്. MRI എന്താണ്? MRI സ്കാനിങ് ഹെഡ്ഫോണുകൾ. ഇനി കാന്തങ്ങൾ ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ സന്ദർഭങ്ങൾ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലെ വീട്ടുപകരണങ്ങളിലൊക്കെ എന്താണ് കാന്തങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ റെഫ്രിജറേറ്ററുകൾ, അതുപോലെ മിക്സി, ഫാൻ, ഇവയിലൊക്കെ നമ്മൾ എന്താണ് കാന്തം യൂസ് ചെയ്യുന്നുണ്ട്. റെഫ്രിജറേറ്ററിലൊക്കെ ഫ്രിഡ്ജിന്റെ വാതില് താനെ അടഞ്ഞു നിൽക്കാനൊക്കെ എന്താണ് കാന്താണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പിന്നെന്താണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ ഹെഡ്ഫോണുകള്, സ്പീക്കറുകള്, അതുപോലെ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക്, ഇവയിലൊക്കെ എന്താണ് കാന്തം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാന്തശക്തിയുള്ള വസ്തുക്കൾ എല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണോ? അതിന് ആൻസർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവിക കാന്തങ്ങളും കൃത്രിമ കാന്തങ്ങളും. പ്രകൃതിയിൽ നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങളാണ് സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനൊരു ഉദാഹരണമാണ് ലോഡ് സ്റ്റോൺ. ലോഡ് സ്റ്റോൺ ഒരു സ്വാഭാവിക കാന്താണ് കേട്ടോ. കാന്തങ്ങൾ കൃത്രിമമായിട്ട് നിർമ്മിക്കാം എന്ന് മനസ്സിലാക്കിയതോടെ ആവശ്യാനുസരണമുള്ള ആകൃതിയിലും വലിപ്പത്തിലും കാന്തിക ശക്തിയിലും നമ്മൾ കാന്തങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ചാണ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ചാണ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ അൽനിക്കോ കാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അൽനിക്കോ കാന്തങ്ങൾ ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് കേട്ടോ. ഈ 4 ലോഹങ്ങളുടെയും സങ്കരമാണ് എന്ത്? അൽനിക്കോ കാന്തങ്ങൾ. അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, ഇരുമ്പ്. അടുത്തത് സെറാമിക് അല്ലെങ്കിൽ ഫെറൈറ്റ് കാന്തങ്ങളാണ്. ഇരുമ്പ് ഓക്സൈഡും ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം പോലുള്ള മൂലകങ്ങളുടെ കാർബണേറ്റുകളും ചേർത്തതാണ് ഏത്? ഈ ഒരു സെറാമിക് അല്ലെങ്കിൽ ഫെറൈറ്റ് കാന്തങ്ങൾ. ഒന്നുകൂടി പറയാം, ഇരുമ്പിന്റെ ഓക്സൈഡും അയേൺ ഓക്സൈഡും ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം പോലുള്ള മൂലകങ്ങളുടെ കാർബണേറ്റുകളും ചേർത്തതാണ് ഏത്? സെറാമിക് അല്ലെങ്കിൽ ഫെറൈറ്റ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. സ്വാഭാവിക കാന്തത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, നിങ്ങൾക്ക് പരിചിതമായ ചില കാന്തങ്ങൾ താഴെ നൽകിയിരിക്കുന്നു, പട്ടിക പൂർത്തിയാക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിന്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് എഴുതാനാണ് കേട്ടോ. ആദ്യത്തെ എന്താണ്? കാന്തിക സൂചിയാണ്. രണ്ടാമത്തത് എന്താണ്? വലയകാന്തമാണ് അല്ലെ. വലയകാന്തമാണ്. മൂന്നാമത്തത് ബാർ കാന്തമാണ്. നാലാമത്തത് ഡിസ്ക് കാന്തമാണ്. ഡിസ്ക് കാന്തം. അഞ്ചാമത്തത് യു ഷേപ്പിലുള്ള കാന്തമാണ് അല്ലെ. യു ഷേപ്പിലുള്ള കാന്തം. ഇനി ഇവിടെ ലോഡ് സ്റ്റോൺ കാന്തിക ശക്തിയുടെ അത്ഭുത കല്ല് നോക്കാം. ഏകദേശം 2800 വർഷങ്ങൾക്ക് മുമ്പ് മഗ്നീഷ്യയിലെ പുരാതന മനുഷ്യർ ഒരു വിചിത്രമായ കല്ല് കണ്ടെത്തി. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു കല്ല്. അവർ അതിനെ വിളിച്ചത് ലീഡിംഗ് സ്റ്റോൺ എന്നാണ്. എന്താണ് ലീഡിംഗ് സ്റ്റോൺ? എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു കല്ലാണ് അല്ലെ. അതായത് വഴികാട്ടുന്ന കല്ല് എന്നാണ് ഈ ലീഡിംഗ് സ്റ്റോണിന്റെ അർത്ഥം കേട്ടോ. കാരണം എന്താ ഈ ഒരു പേര് വരാൻ കാരണം? ഈ കല്ല് സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അത് എപ്പോഴും വടക്ക് തെക്ക് ദിശയിൽ തിരിഞ്ഞു നിൽക്കും. നാവികർക്ക് ദിശ അറിയാനുള്ള ആദ്യത്തെ ഉപകരണം ഇതായിരുന്നു. ഇത് പിന്നീട് ലോഡ് സ്റ്റോൺ എന്നറിയപ്പെട്ടു. ലോഡ് സ്റ്റോൺ വെറും ഒരു കല്ലായിരുന്നില്ല. ഇരുമ്പിനെ ആകർഷിക്കാനുള്ള അതിന്റെ കഴിവ് അന്നത്തെ ആളുകളെ വിസ്മയിപ്പിച്ചു. മാഗ്നറ്റൈറ്റ് എന്ന ധാതുവാണ് ലോഡ് സ്റ്റോണിന് ഈ ഒരു ശക്തി നൽകിയത്. മാഗ്നറ്റൈറ്റ് എന്ന ധാതുവാണ് ലോഡ് സ്റ്റോണിന് ഇങ്ങനെ ഇരുമ്പിനെ ആകർഷിക്കാനുള്ള കഴിവ് നൽകിയത്. ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രതിപ്രവർത്തിക്കാനുള്ള അതിന്റെ കഴിവാണ് ഇതിനെ ഒരു സ്വാഭാവിക ദിശാസൂചകമാക്കിയത്.
ഭൂമിയുടെ കാന്തിക മണ്ഡലമായി, ഭൂമിക്ക് ഒരു കാന്തിക മണ്ഡലം ഉണ്ട് അല്ലെ, അതുമായിട്ട് പ്രതിപ്രവർത്തിക്കുവാനുള്ള അതിന്റെ കഴിവാണ് ഇതിനെ ഒരു സ്വാഭാവിക ദിശാസൂചകമാക്കിയത്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണിത് സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ടാൽ എപ്പോഴും വടക്ക് തെക്ക് ദിശയിലാണ് തിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ. ഇനി കാന്തത്തിന്റെ പൊതുവായിട്ടുള്ള സവിശേഷതകളാണ്. ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങൾ ഉണ്ട് അല്ലെ, നോർത്ത് പോളും സൗത്ത് പോളും നമുക്കറിയാം. അപ്പൊ അതിന് അതായത് നോർത്ത് പോൾ അല്ലെങ്കിൽ ഉത്തര ധ്രുവം, അതിനെ മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവം കൊണ്ടുവരിക, അതിന്റെ അടുത്തേക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് കേട്ടോ. ഇതൊക്കെ എന്താണ്, അതായത് ഒരു കാന്തത്തിന്റെ നോർത്ത് പോളും മറ്റൊരു കാന്തത്തിന്റെ നോർത്ത് പോളും അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതുപോലെ എന്താണ്, ഒരു കാന്തത്തിന്റെ സൗത്ത് പോളും മറ്റൊരു കാന്തത്തിന്റെ സൗത്ത് പോളും അടുത്തടുത്ത് വെച്ചു എന്താണ്, ഒരു കാന്തത്തിന്റെ നോർത്ത് പോളും ഒരു കാന്തത്തിന്റെ സൗത്ത് പോളാണ്. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുക നമ്മളോട് ഇവിടെ നിരീക്ഷിച്ച് എഴുതാനാണ്. ദക്ഷിണ ധ്രുവം കൂടെ കൊണ്ടുവന്നപ്പോൾ മാറ്റങ്ങൾ ഓക്കെ, പട്ടിക പൂർത്തിയാക്കാം. ഉത്തരധ്രുവങ്ങൾ അടുത്തു കൊണ്ടുവരുമ്പോൾ എന്താ, വികർഷിക്കുകയാണ് ചെയ്യുന്നത്. ദക്ഷിണ ധ്രുവവും അടുത്തു വരുമ്പോൾ ആകർഷിക്കുകയാണ് അല്ലെ, ആകർഷിക്കുന്നു. ദക്ഷിണ ധ്രുവങ്ങൾ അടുത്തു കൊണ്ടുവരുമ്പോൾ എന്താണ്, വികർഷിക്കുന്നു. അവിടെ നമുക്ക് പഠിക്കാൻ ഒരു പോയിന്റ് ആണ്, കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു, വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. സജാതീയ ധ്രുവങ്ങൾ ഒരേപോലെയുള്ള ധ്രുവങ്ങൾ, അതായത് നോർത്തും സൗത്തും ഇങ്ങനെ ഒരേപോലെയുള്ള ധ്രുവങ്ങൾ എന്താണ്, വികർഷിക്കുക ചെയ്യുന്നത്. അതാണ് സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങൾ, ഇതെന്താണ്, ആകർഷിക്കുന്നു. എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു പെൻസിലിൽ രണ്ട് കാന്തങ്ങൾ വെച്ചിരിക്കുന്നു. താഴെയുള്ള കാന്തങ്ങൾ കാർഡ്ബോർഡിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. എന്നാൽ മുകളിലുള്ള കാന്തം അതിനെ തൊടാതെ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് പെൻസിൽ താഴേക്ക് വീഴാതെ വായുവിൽ ഇങ്ങനെ നിൽക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് ഇവ തമ്മിലുള്ള വികർഷണം, അതായത് പെൻസിലിലെ കാന്തവും അതുപോലെ കാർഡ്ബോർഡിലെ കാന്തവും തമ്മിലുള്ള വികർഷണ ബലം കാരണം എന്താണ്, വികർഷണ ബലം നമ്മുടെ ഈ ഒരു പെൻസിലിന്റെ ഭാരത്തെ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഈ ഉയർന്നു നിൽക്കുന്ന പെൻസിലിൽ തൊടാതെ അതിനെ പിന്നിലേക്ക് നീക്കാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും അത് സാധ്യമാവുക എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ എന്താണ് സാധ്യമാകും, ഇത് മറ്റൊരു കാന്തം ഇവിടെ യൂസ് ചെയ്യാണ് ചെയ്യട്ടോ. അതായത് ഈ ഒരു പെൻസിലിലെ കാന്തത്തിന്റെ അതേ ധ്രുവമുള്ള മറ്റൊരു കാന്തം ഇതുമായിട്ട് എന്താണ് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള വികർഷണ ബലം കാരണം പെൻസിൽ തൊടാതെ തന്നെ അതിനെ പിന്നിലേക്ക് നീക്കാൻ കഴിയും. ഇനി മുകളിലെ കാന്തത്തിന്റെ ഒരു ഭാഗത്തേക്ക് വേറൊരു കാന്തം കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതെന്താണ്, കൊണ്ടുവരുന്ന കാന്തത്തിന്റെ ധ്രുവം ഏതാണോ അതിനനുസരിച്ചായിരിക്കും അവിടെ മാറ്റം ഉണ്ടാവുന്നത് കേട്ടോ. അതായത് പെൻസിലിലെ കാന്തത്തിന്റെ അതേ ധ്രുവമുള്ള മറ്റൊരു കാന്താണ് അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ വികർഷണമാണ് ഉണ്ടാവുക. അത് വ്യത്യസ്ത ധ്രുവങ്ങൾ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ എന്താണ്, അവിടെ ആകർഷണമാണ് ഉണ്ടാവുക. കാന്തത്തിന്റെ ഈ പ്രത്യേകത ഏതെങ്കിലും സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നറിയോ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചക്രങ്ങളില്ലാതെ ഓടുന്ന ട്രെയിനുകളാണ് മാഗ്ലേവ് ട്രെയിനുകൾ. എന്താണ്, ചക്രങ്ങളില്ലാതെ ഓടുന്ന ട്രെയിനുകളാണ് മാഗ്ലേവ് ട്രെയിനുകൾ. മാഗ്ലെവ് എന്നത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നതിന്റെ ചുരുക്ക പേരാണ് മാഗ്ലെവ് കേട്ടോ. മാഗ്ലെവിന്റെ ഫുൾ ഫോം എന്താണ്, മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ഈ വേർഡ് തന്നെ മാഗ്നറ്റിക് ഉണ്ട് അല്ലെ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ട്രെയിനിന്റെ അടിവശത്തും പാളങ്ങളിലും കാന്തശക്തി നൽകിയിരിക്കുന്നു. ഇവിടെ സ്ഥിര കാന്തങ്ങൾക്ക് പകരം വൈദ്യുത കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ട്രെയിനിന്റെ അടിവശത്തും പാളങ്ങളിലുമുള്ള കാന്തങ്ങളുടെ ആകർഷണ വികർഷണം കൊണ്ടാണ് ട്രെയിൻ പാളങ്ങളിൽ തട്ടാതെ ഉയർന്നു നിൽക്കുകയും മുന്നോട്ട് ചലിക്കുകയും ചെയ്യുന്നത്. പാളങ്ങളും ട്രെയിനും തമ്മിൽ തൊടാതെ തന്നെ ചലനം സാധിക്കുന്നതിനാൽ ഘർഷണം മൂലമുള്ള ഊർജ നഷ്ടവും ശബ്ദ മലിനീകരണവും ഇല്ലാതെ കൂടിയ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു. അപ്പൊ ഈ ഒരു കാന്തത്തിന്റെ ഈ ഒരു ആകർഷണ വികർഷണ ശക്തി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്, ഈ മാഗ്ലെവ് ട്രെയിനുകൾ. മാഗ്ലെവിന്റെ ഫുൾ ഫോം മാഗ്നറ്റിക് ലെവിറ്റേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇവിടെ ട്രെയിനിന്റെ അടിവശത്തും പാളങ്ങളിലും കാന്തശക്തി നൽകിയിട്ടുണ്ട്. ഏത്, സ്ഥിര കാന്തങ്ങൾക്ക് പകരം വൈദ്യുത കാന്തങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ മാഗ്ലെവ് ട്രെയിനുകളിൽ സ്ഥിര കാന്തങ്ങൾക്ക് പകരം വൈദ്യുത കാന്തങ്ങളെയാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്, ഘർഷണം മൂലമുള്ള ഊർജ്ജ നഷ്ടവും ശബ്ദ മലിനീകരണം ഇല്ലാതെ കൂടിയ വേഗത്തിൽ ശബ്ദ മലിനീകരണം ഇല്ലാതെ കൂടിയ വേഗത്തിലും സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ പ്രയോജനപ്പെടുത്തുന്ന മറ്റ് സന്ദർഭങ്ങളാണ് മാഗ്ലെവ് ലോഞ്ച് സിസ്റ്റം കേട്ടോ. അടുത്തത്, കാന്തിക ശക്തി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വായുവിൽ നിർത്തുന്ന പ്രതിഭാസമാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ. എന്താണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ? കാന്തിക ശക്തി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വായുവിൽ നിർത്തുന്ന പ്രതിഭാസമാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ.
കാന്തിക വികർഷണമോ ആകർഷണമോ ഗുരുത്വാകർഷണ ബലത്തെ സന്തുലിതമാക്കുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. എന്തുകൊണ്ടാണ് കാന്തിക ശക്തി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വായുവിൽ നിർത്താൻ കഴിയുന്നത്? കാന്തിക വികർഷണമോ ആകർഷണമോ ഗുരുത്വാകർഷണ ബലത്തെ സന്തുലിതമാക്കുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. ഇനി അടുത്ത ഹെഡിങ് ആണ് കാന്തിക കോമ്പസ്. ഒരു ബാർകാന്തം എടുത്ത് ഒരു ചരലിൽ സ്വതന്ത്രമായി കെട്ടിത്തൂക്കുക. ഏത് ദിശയിലാണ് നിൽക്കുന്നത്? നമുക്കറിയാം തെക്ക് വടക്ക് ദിശയിലാണ് അല്ലെ. അപ്പൊ സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. കാന്തങ്ങളുടെ ഈ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തിയാണ് കാന്തിക കോമ്പസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, കാന്തിക കോമ്പസ് എന്താണ്? ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തി, കാന്തങ്ങളുടെ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തിയാണ് കാന്തിക കോമ്പസ് പ്രവർത്തിക്കുന്നത്. ഇതൊരു ചെറിയ കാന്ത സൂചി സ്വതന്ത്രമായി കറങ്ങാൻ പാകത്തിന് ഘടിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ്. കോമ്പസിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ദിശകൾ നോക്കി നമുക്ക് തെക്കിഴക്ക്, പടിഞ്ഞാറ് തുടങ്ങിയ മറ്റു ദിശകളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ഡിജിറ്റൽ കോമ്പസ്. മൊബൈൽ ഫോണുകൾ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, വാഹനങ്ങളിലെ ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഡിജിറ്റൽ കോമ്പസുകൾ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. സാറ്റലൈറ്റുകളുടെയും ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS ഫുൾ ഫോം എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് കേട്ടോ. GPS പോലുള്ള സംവിധാനങ്ങളുടെയും ഫോണുകളിലെ വിവിധ സെൻസറുകളായ മാഗ്നറ്റോമീറ്റർ, ആക്സിലറോമീറ്റർ, ഗൈറോസ്കോപ്പ് എന്നിവയുടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഡിജിറ്റൽ കോമ്പസുകൾ നമുക്ക് കൃത്യതയോടെ ദിശകൾ കാണിച്ചു തരുന്നു. അപ്പൊ ഫോണുകളിലെ സെൻസറുകളായ മാഗ്നറ്റോമീറ്റർ, അതുപോലെ ആക്സിലറോമീറ്റർ, അതുപോലെ ഗൈറോസ്കോപ്പ് എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഡിജിറ്റൽ കോമ്പസുകൾ നമുക്ക് കൃത്യതയോടെ ദിശകൾ കാണിച്ചു തരുന്നത്. അടുത്ത ഹെഡിങ് ആണ് ഭൂമി ഒരു ഭീമാകാര കാന്തം. കാന്തിക കോമ്പസ് എന്തുകൊണ്ട് എല്ലായ്പ്പോഴും തെക്ക് വടക്ക് ദിശ കാണിക്കുന്നു? ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനമാണ് ഇതിന് കാരണം. ഭൂമിക്ക് ഒരു കാന്തത്തെ പോലെ ധ്രുവങ്ങളുണ്ട്. ഈ ധ്രുവങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതിന് കൊടുത്തിട്ടുണ്ട് ഭൂമിയുടെ എന്താണ് കാന്തിക ധ്രുവങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഭൂമിക്കും നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞ 2 ധ്രുവങ്ങൾ ഉണ്ട് അല്ലെ. ഈ ഭൂമിയുടെ ഈ കാന്തിക സ്വഭാവത്തിന് കാരണം ഭൂമിയുടെ അകക്കാമ്പിലെ ഉരുകിയ ഇരുമ്പിന്റെയും നിക്കലിന്റെയും വലിയ തോതിലുള്ള ചലനമാണ്. നമുക്കറിയാം ഭൂമിയുടെ അകക്കാമ്പിൽ എന്താണ്? ഇരുമ്പിന്റെയും നിക്കലിന്റെയും എന്താണ് സങ്കരാണ്. ഇരുമ്പിന്റെയും നിക്കലിന്റെയും സങ്കരമാണുള്ളത്. ഇതിന്റെ വലിയ തോതിലുള്ള ചലനമാണെന്ത്? ഇത് ഈ ഒരു ഭൂമിയുടെ കാന്തിക സ്വഭാവത്തിന് കാരണം. ഭൂമിയുടെ കാന്തിക സ്വഭാവത്തിന് കാരണം ഭൂമിയുടെ അകക്കാമ്പിലെ ഉരുകിയ ഇരുമ്പിന്റെയും നിക്കലിന്റെയും വലിയ തോതിലുള്ള ചലനമാണ്. ഒരു കാന്തത്തിന് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഉള്ളതുപോലെ ഭൂമിക്കും കാന്തിക ഉത്തര ധ്രുവവും കാന്തിക ദക്ഷിണ ധ്രുവവും ഉണ്ട്. ഭൗമശാസ്ത്രപരമായ ദക്ഷിണ ധ്രുവത്തിന്റെ ജിയോഗ്രഫിക്കൽ സൗത്ത് ഭാഗത്താണ് കാന്തിക ഉത്തര ധ്രുവം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഭൗമശാസ്ത്രപരമായി ദക്ഷിണ ധ്രുവത്തിന്റെ അതായത് ജിയോഗ്രഫിക്കൽ സൗത്ത് ഭാഗത്താണ് കാന്തിക ഉത്തര ധ്രുവം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഭൗമശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിന്റെ ഭാഗത്താണ് ഭൂമിയുടെ കാന്തിക ദക്ഷിണ ധ്രുവം കാണപ്പെടുന്നത്. ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ദക്ഷിണ ധ്രുവത്തിന്റെ ഭാഗത്ത് എന്താണ്? ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിന്റെ ഭാഗത്താണ് എന്ത്? കാന്തിക ഉത്തര ധ്രുവം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിന്റെ ഭാഗത്താണ് ഭൂമിയുടെ കാന്തിക ദക്ഷിണ ധ്രുവവും കാണപ്പെടുന്നത്. ഭൂമിയുടെ ഈ കാന്തിക സ്വഭാവമാണ് കാന്തിക കോമ്പസ് ഉപയോഗിച്ച് ദിക്ക് കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നത്. കോമ്പസിലെ കാന്ത സൂചിയുടെയും ഉത്തര ധ്രുവം നമ്മുടെ കാന്തിക ദക്ഷിണ ധ്രുവത്തെയും ദക്ഷിണ ധ്രുവം കാന്തിക ഉത്തര ധ്രുവത്തെയും ലക്ഷ്യമാക്കി എപ്പോഴും തിരിഞ്ഞു നിൽക്കും. കാന്തങ്ങളുടെ പൊതു സ്വഭാവം മനസ്സിലാക്കിയാലോ നമുക്കൊരു കാന്തം നിർമ്മിച്ചാലോ എന്ന് പറഞ്ഞാൽ ഇനി കാന്തം നിർമ്മിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ പറയുന്നത്. ഇനി ഈ റിംഗ് കാന്തത്തിന്റെയും യു കാന്തത്തിന്റെയും ധ്രുവങ്ങൾ എവിടെയാണ്? കോമ്പസിന്റെ ചുവന്ന സൂചി ആകർഷിക്കുന്നത് S ധ്രുവം, വികർഷിക്കുന്നത് N ധ്രുവം. ഇമ്പോർട്ടന്റ് ആണ്. റിംഗ് കാന്തത്തിന്റെയും യു കാന്തത്തിന്റെയും ധ്രുവങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. കോമ്പസിന്റെ ചുവന്ന സൂചി ആകർഷിക്കുന്നത് S ധ്രുവവും വികർഷിക്കുന്നത് N ധ്രുവവും. ഇനി അടുത്തത് ബ്ലേഡിന്റെ അഗ്രഭാഗം വീണ്ടും ഒടിച്ചു മാറ്റി അതിനെ ദക്ഷിണ ധ്രുവം മാത്രമുള്ളതാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന് നോക്കുക. എന്താണ് നിങ്ങളുടെ നിഗമനം? സാധിക്കില്ല അല്ലെ. അതായത് ഒരു കാന്തത്തിന് ഉറപ്പായിട്ടും നോർത്ത് ഭാഗം 2 ധ്രുവങ്ങൾ ഉണ്ടാവും കേട്ടോ. ഏതൊരു കാന്തവും എത്ര തന്നെ ചെറുതായാലും 2 ധ്രുവങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. ഏക ധ്രുവം മാത്രമുള്ള കാന്തം ഉണ്ടാവുകയില്ല. ഇനി അടുത്ത ഹെഡിങ് കാന്തിക മണ്ഡല രേഖകൾ വരയ്ക്കാമെന്നുണ്ട്. ഒരു കാന്തത്തിന് ചുറ്റും അതിന്റെ സ്വാധീനം അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം.
ഒരു കാന്തത്തിന് ചുറ്റും അതിന്റെ സ്വാധീനം അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഇനി കാന്തിക മണ്ഡല രേഖകൾ വരയ്ക്കുന്നതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് നോക്കാം. കാന്തിക മണ്ഡലത്തിന്റെ ദിശയും പ്രഭാവവും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് കാന്തിക മണ്ഡല രേഖകൾ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. കാന്തിക മണ്ഡല രേഖകൾ സംവൃത രൂപങ്ങളാണ്, ക്ലോസ്ഡ് ലൂപ്സ് ആണ്. ഇനി കാന്തത്തിന്റെ പുറത്ത് ഇവയുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാന്തത്തിന്റെ പുറത്ത് എങ്ങോട്ടായിരിക്കും ദിശ ഉണ്ടാകുന്നത്? ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ, അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും ഉണ്ടാവുക. കാന്തത്തിന്റെ പുറത്ത് ഇവയുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. എന്തൊക്കെയാ അവിടെ പറഞ്ഞത്? കാന്തിക മണ്ഡലത്തിന്റെ ദിശയും പ്രഭാവവും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് കാന്തിക മണ്ഡല രേഖകൾ. എന്താണ് കാന്തിക മണ്ഡല രേഖകൾ? സംവൃത രൂപകം. എന്താ സംവൃത രൂപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലോസ്ഡ്, ഇവിടെ കാണുന്നില്ലേ, ക്ലോസ്ഡ് ആണ് കേട്ടോ. അതായത് എന്താണ്, നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ക്ലോസ്ഡ് ആണ്. അടുത്തത് കാന്തിക മണ്ഡല രേഖകളുടെ പ്രത്യേകതകളാണ് കേട്ടോ. നോക്കാം. കാന്തിക മണ്ഡല രേഖകൾ പരസ്പരം ഗണ്ണിക്കുന്നില്ല. അതായത് ഒരു രേഖ മറ്റൊന്നിന്റെ മുകളിലൂടെ പോകുന്നില്ല, പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ കാന്തിക മണ്ഡല രേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ, അതായത് സജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെയുള്ള ധ്രുവം, നോർത്തും അല്ലെ സൗത്തും ഇങ്ങനെ അടുത്തു വരുമ്പോൾ കാന്തിക മണ്ഡല രേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നുണ്ട്. നമുക്കറിയാം സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നുണ്ടെന്നല്ലേ. അപ്പൊ ഇതിന് കാരണം എന്താണ്? അതുപോലെ കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ കാന്തിക മണ്ഡലങ്ങളുടെ പാത ഒന്നിന്റെ ധ്രുവങ്ങളിൽ നിന്ന് അടുത്തതിന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്ത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? മൂന്നാമത്തെ ഒന്നുകൊണ്ട് നോക്കാം. കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ, അതായത് നോർത്ത് പോളും സൗത്ത് പോളും അടുത്ത് വരുമ്പോൾ കാന്തിക മണ്ഡല രേഖകളുടെ പാത ഒന്നിന്റെ ഉത്തര ധ്രുവത്തിൽ നിന്ന് അടുത്തതിന്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വരച്ചു നോക്കിയാലോ. രണ്ട് കാന്തങ്ങള് നോർത്തും സൗത്തും ഇങ്ങനെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും കാന്തിക മണ്ഡലം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അടുത്തത് കാന്തിക ശക്തിയും കാന്തിക ഫ്ലക്സ് സാന്ദ്രതയും നോക്കാം. ഒരു യൂണിറ്റ് പരപ്പളവിലൂടെ ലംബമായി കടന്നു പോകുന്ന കാന്തിക ഫ്ലക്സിന്റെ അളവിനെയാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു യൂണിറ്റ് പരപ്പളവിലൂടെ ലംബമായി കടന്നു പോകുന്ന കാന്തിക ഫ്ലക്സിന്റെ അളവിനെയാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റ് പരപ്പളവിലൂടെ ലംബമായി കടന്നു പോകുന്ന കാന്തിക ഫ്ലക്സിന്റെ, ലംബമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന കാന്തിക ഫ്ലക്സിന്റെ അളവിനെയാണെന്ത് പറയുന്നത് കാന്തിക ഫ്ലക്സ് സാന്ദ്രത അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കാന്തിക ശക്തി കൂടിയ സ്ഥലങ്ങളിൽ കാന്തിക ഫ്ലക്സ് സാന്ദ്രതയും കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ കാന്തിക ഫ്ലക്സ് സാന്ദ്രത ഉള്ളത് കാന്തത്തിന്റെ ധ്രുവങ്ങളിലായിരിക്കും. എന്താ പറഞ്ഞിട്ടുള്ളത്? കാന്തിക ശക്തി കൂടിയ സ്ഥലങ്ങളിൽ കാന്തിക ഫ്ലക്സ് സാന്ദ്രതയും കൂടുതലായിരിക്കും. ഇപ്പൊ കാന്തിക ശക്തി കൂടുതലുള്ളത് കാന്തിക ഫ്ലക്സും കൂടുതലായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ കാന്തിക ഫ്ലക്സ് സാന്ദ്രതയും കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ കാന്തിക ഫ്ലക്സ് സാന്ദ്രത ഉള്ളത് കാന്തത്തിന്റെ ധ്രുവങ്ങളിലായിരിക്കും. അപ്പൊ ധ്രുവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാന്തിക ശക്തി ഉണ്ടാകുക. അതുകൊണ്ട് എന്താണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത കൂടുതലുള്ളത് ധ്രുവങ്ങളിലായിരിക്കും. അടുത്ത ഹെഡിങ് ആണ് കാന്തിക പ്രേരണം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിന്റ് നോക്കി പോകട്ടോ. കുറെ ഒരുപാട് കുട്ടികൾക്ക് മനസ്സിലാകാനായിട്ട് ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്താണ് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പോയിന്റ് നോക്കാം. കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തിക ശക്തിയെ പ്രേരിത കാന്തശക്തി എന്ന് പറയുന്നു. എന്താണ്? ഒരു കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസത്തെയാണ് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. ഇവിടെ കാന്തിക വസ്തുവിൽ ലഭിക്കുന്ന കാന്തശക്തിയെ പ്രേരിത കാന്തശക്തി എന്ന ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നു. ഇനി ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ വരുമ്പോൾ
കാന്തിക വസ്തുക്കളിലെ ആറ്റങ്ങളുടെ കാന്തിക സ്വഭാവം താൽക്കാലികമായി ക്രമീകരിക്കപ്പെടുന്നതാണ് ഈ പ്രേരിത കാന്തിക ശക്തിക്ക് കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രേരിത കാന്തിക ശക്തി ഉണ്ടാകുന്നത്? ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ വരുമ്പോൾ വരുമ്പോൾ കാന്തിക വസ്തുക്കളിലെ ആറ്റങ്ങളുടെ കാന്തിക സ്വഭാവം താൽക്കാലികമായി ക്രമീകരിക്കപ്പെടുന്നതാണ് ഈ പ്രേരിത കാന്തിശക്തിക്ക് കാരണം. സമ്പർക്കം മൂലമാണെങ്കിലും സമ്പർക്കരഹിതമാണെങ്കിലും പ്രേരണം കൊണ്ടുണ്ടാകുന്ന കാന്തത്തിന്റെ ധ്രുവം പ്രേരണത്തിന് ഉപയോഗിച്ച കാന്തത്തിൽ നിന്നും അകലെയുള്ള അഗ്രത്തെ അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്തിന് വിപരീത ധ്രുവവുമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് കാന്തിക ശക്തി ലഭിക്കുന്നതിനാണ് പ്രേരിത കാന്തിക ശക്തി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സമ്പർക്കം മൂലമാണെങ്കിലും സമ്പർക്കരഹിതമാണെങ്കിലും പ്രേരണം കൊണ്ടുണ്ടാകുന്ന കാന്തത്തിന്റെ ധ്രുവം പ്രേരണത്തിന് ഉപയോഗിച്ച കാന്തത്തിൽ നിന്നും അകലെയുള്ള അഗ്രത്ത് അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്ത് വിപരീത ധ്രുവവും ആയിരിക്കും. അടുത്ത ഹെഡിങ് ആണ് കാന്തിക പ്രേരണം പച്ചിരുമ്പിലും ഉരുക്കിലും. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തികവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് സസെപ്റ്റിബിലിറ്റി. കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവാണ് റിറ്റന്റിവിറ്റി. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള, അതായത് പ്രേരിത കാന്തശക്തി ലഭിക്കാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണെന്ത്? സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവാണെന്ത്? റിറ്റന്റിവിറ്റി. കാന്തിക വസ്തുക്കളുടെ തെരഞ്ഞെടുപ്പിൽ ഗുണങ്ങൾ എങ്ങനെയായിരിക്കും സഹായിക്കുന്നത്? ഇവയിൽ സസെപ്റ്റിബിലിറ്റി കൂടിയത് ഏതാണ്? പച്ചിരുമ്പിനാണോ ഉരുക്കിനാണോ? അതുപോലെ റിറ്റന്റിവിറ്റിയോ പച്ചിരുമ്പിനാണോ ഇരുക്കിനാണോ എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടോ. ഇനി ഇവിടെ കാന്തിക വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പിൽ ഈ ഗുണങ്ങൾ എങ്ങനെ സഹായിക്കും എന്നാണ് കേട്ടോ. എങ്ങനെയായിരിക്കും സഹായിക്കുന്നത്? ഇവയിൽ സസെപ്റ്റിബിലിറ്റി കൂടുതലുള്ളത് ഏതാണെന്നാണ് കേട്ടോ. ഏതിനാണ്? പച്ചിരുമ്പിനാണോ ഉരുക്കിനാണോ? പച്ചിരുമ്പിനാണ് സസെപ്റ്റിബിലിറ്റി കൂടുതലുള്ളത്. റിറ്റന്റിവിറ്റി കൂടുതലുള്ളത് ഉരുക്കിനുമാണ്. ഓക്കെ. നിങ്ങൾ കണ്ടെത്തിയ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ പച്ചിരുമ്പാണോ ഉരുക്കാണോ ഉചിതം എന്നാണ് കേട്ടോ. പച്ചിരുമ്പാണ് യൂസ് ചെയ്യുന്നത്. ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ പച്ചിരുമ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? പച്ചിരുമ്പിനെ പെട്ടെന്ന് തന്നെ ഒരു ശക്തിയേറിയ കാന്തമായിട്ട് മാറ്റാൻ സഹായിക്കും. അതുപോലെ റിറ്റന്റിവിറ്റി കുറവായതിനാൽ തന്നെ അത് പെട്ടെന്ന് അതിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. അടുത്തത് പെർമിയബിലിറ്റി ആണ് കേട്ടോ. എന്താണ് പെർമിയബിലിറ്റി? കാന്തിക മണ്ഡല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കൈവരിയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. കാന്തിക മണ്ഡല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കൈവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പ്രേരിത കാന്തശക്തി നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഇതെന്താണ്? കാന്തിക മണ്ഡല രേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കൈവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു വൈദ്യുത കാന്ത നിർമ്മാണം ഒക്കെ പറയുന്നുണ്ട്. ഇനി വൈദ്യുതി കടന്നു പോകുമ്പോൾ പച്ചിരുമ്പ് കാന്തമായി മാറുന്നു. ഇത്തരം കാന്തങ്ങളെ വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നു. പച്ചിരുമ്പിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ പച്ചിരുമ്പ് കാന്തമായിട്ട് മാറുക ചെയ്യുന്നത്. ഇത്തരം കാന്തങ്ങളെയാണ് വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൈദ്യുതകാന്തം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതി നോക്കാം. ഇലക്ട്രിക് ബെല്ലുകള്, ലൗഡ് സ്പീക്കറുകള്. പിന്നെ എവിടെയൊക്കെയാണ് വൈദ്യുതകാന്തങ്ങൾ യൂസ് ചെയ്യുന്നത്? എവിടെയൊക്കെയാണ്? ഇലക്ട്രിക് മോട്ടോറുകൾ, അതുപോലെ MRI സ്കാനറുകള്, പിന്നെ ടെലിഫോൺ ഹാൻഡ്സെറ്റുകൾ, ഇവിടെയൊക്കെ വൈദ്യുതകാന്തം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അതായത് വൈദ്യുതകാന്തവും സ്ഥിരകാന്തവും തമ്മിലുള്ള വ്യത്യാസം ഏതാണെന്നാണ് കേട്ടോ. വൈദ്യുതകാന്തങ്ങൾ ഒന്നാമത്തേത് കൊടുത്ത് ധ്രുവങ്ങൾ മാറ്റാൻ കഴിയുന്നു. വൈദ്യുതകാന്തങ്ങളിൽ ധ്രുവങ്ങൾ മാറ്റാൻ കഴിയുന്നുണ്ട്. എന്നാൽ സ്ഥിരകാന്തത്തിനോ ലഭിച്ച കാന്തശക്തി ദീർഘകാലം നിലനിർത്താനുള്ള കഴിവുണ്ട് സ്ഥിരകാന്തത്തിനുണ്ട്. അതുപോലെ അതുപോലെ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ കഴിയില്ല കേട്ടോ. ആ ഒരു ലഭിച്ച കാന്തശക്തി ദീർഘകാലം നിലനിർത്താൻ കഴിയും എന്നല്ലാതെ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് വൈദ്യുത കാന്തങ്ങളിൽ ഇനി പറയാൻ പറ്റാം, ആവശ്യാനുസരണം കാന്തശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും കേട്ടോ. കാന്തശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും വൈദ്യുത കാന്തങ്ങളിൽ. കാന്തശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും.
കഴിയും. അതുപോലെ പിന്നെന്താണ്, കാന്തശക്തി വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ വൈദ്യുത പ്രവാഹം നിലക്കുമ്പോൾ കാന്തശക്തി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വൈദ്യുതി പ്രവാഹം ഉള്ളപ്പോഴാണ് ഇതിനെ എന്താണ് ഒരു വൈദ്യുത കാന്താക്കി മാറ്റാൻ കഴിയുന്നത്. എന്നാൽ വൈദ്യുത പ്രവാഹം നിലയ്ക്കുമ്പോൾ അതിന്റെ കാന്തശക്തി നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ എന്താണ്, സ്ഥിരകാന്തത്തിൽ ലഭിച്ച കാന്തശക്തി നഷ്ടപ്പെടുന്നില്ലേ എന്നില്ല. അതുപോലെ എന്താണ്, കാന്തിക ശക്തി വളരെ കൂടുതലായിരിക്കും വൈദ്യുത കാന്തങ്ങൾ, വളരെ കൂടുതലായിരിക്കും, വളരെ കൂടുതലാണ് കാന്തിക ശക്തി. അത് കാന്തിക ശക്തി താരതമ്യേന കുറവായിരിക്കും കേട്ടോ, താരതമ്യേന കുറവായിരിക്കും സ്ഥിരകാന്തങ്ങളിൽ, താരതമ്യേന കുറവാണ് കാന്തശക്തി ഉണ്ടാവും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇതിനെ വിലയിരുത്താന്നുള്ള ഭാഗം നോക്കട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു വിദ്യാർത്ഥി കാന്തസൂചി ഉപയോഗിച്ച് ദിശ അറിയാനായി ഒരു ഉപകരണം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. അതിനായി അവൻ കാന്തസൂചി ഒരു ഇരുമ്പ് പെട്ടിക്കുള്ളിൽ വെക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഉപകരണം ശരിയായി പ്രവർത്തിക്കുമോ എന്നാണ് കേട്ടോ. ശരിയായിട്ട് പ്രവർത്തിക്കില്ല. കാരണം എന്തുകൊണ്ടായിരിക്കും? കാരണം എന്താണ്, ഇരുമ്പ് ഒരു കാന്തിക പദാർത്ഥമാണ്. പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചിട്ട് നോ എന്ന് പറയാം. എന്തുകൊണ്ടായിരിക്കും? ഇരുമ്പ് ഒരു കാന്തിക പദാർത്ഥമാണ് അല്ലെ. അപ്പൊ കാന്തസൂചിയെ ഒരു ഇരുമ്പ് പെട്ടിക്കുള്ളിൽ വെച്ചാൽ ഭൂമിയുടെ കാന്തിക മണ്ഡലം ആ പെട്ടിക്കുള്ളിലേക്ക് കടക്കൂല. കൂടാതെ എന്താണ്, കാന്തസൂചി ഇരുമ്പ് പെട്ടിയിൽ ആകർഷിക്കപ്പെടാനും ചിലപ്പോൾ സാധ്യത ഉണ്ട്. അതിനാൽ എന്താണ്, കാന്തസൂചിക്ക് സ്വതന്ത്രമായി തിരിഞ്ഞ് വടക്ക് തെക്ക് ദിശ കാണിക്കാൻ കഴിയില്ല. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇനി ഈ ഉപകരണം ശരിയായി പ്രവർത്തിക്കാൻ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇരുമ്പ് പെട്ടിക്ക് പകരം കാന്തിക ശക്തി ഇല്ലാത്ത പദാർത്ഥങ്ങൾ, അതായത് പ്ലാസ്റ്റിക്, മരം, ഗ്ലാസ് അല്ലെങ്കിൽ അലൂമിനിയം ഇതുപോലുള്ള പെട്ടികൾ നിർമ്മിച്ച് ഉപയോഗിക്കട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, താഴെ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ AB എന്നത് ഒരു ബാർകാന്തമാണ്. ഒരു ഇരുമ്പ് ദണ്ട് CD അതിന്റെ B എന്ന ധ്രുവത്തിനടുത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഇവിടെ AB എന്ന് പറഞ്ഞിട്ട് ഒരു ബാർകാന്തം കൊടുത്തിട്ടുണ്ട്. A എന്ന ഭാഗത്ത് മുകളിൽ എന്താണ് നോർത്ത് പോളും, ഇവിടെ എന്തായാലും സൗത്ത് പോൾ ആയിരിക്കും അല്ലെ. ഇനി എന്താണ്, CD എന്ന് പറഞ്ഞ മറ്റൊരു കാന്തണ്ട് അതിന്റെ B എന്ന ധ്രുവത്തിനടുത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ. CD എന്നീ അഗ്രങ്ങളിൽ രൂപം കൊള്ളുന്ന കാന്തിക ധ്രുവങ്ങൾ ഏവാന്നാണ് കേട്ടോ. CD എന്നീ അഗ്രങ്ങളിൽ രൂപം കൊള്ളുന്ന കാന്തിക ധ്രുവങ്ങൾ ഏവ. ഈ പ്രതിഭാസം കാന്തത്തിന്റെ ഏത് സവിശേഷതയാണെന്ന് വ്യക്തമാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്, CD എന്നീ അഗ്രങ്ങളിൽ രൂപം കൊള്ളുന്ന കാന്തിക ധ്രുവങ്ങളെ ഉത്തരാഗ്രം, അതായത് നോർത്ത് പോൾ ആയിരിക്കും നോർത്ത് പോൾ ആയിരിക്കും രൂപം കൊള്ളുന്നത്. അപ്പൊ കാന്തത്തിന്റെ ദക്ഷിണാഗ്രത്തിന് അടുത്തുള്ള അഗ്രത്തിന്റെ വിപരീത ധ്രുവമാണ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഓക്കെ. അപ്പൊ അതാണ് കാന്തത്തിന്റെ ദക്ഷിണാഗ്രം, അതായത് സൗത്ത് പോളിനടുത്തുള്ള അഗ്രത്തിൽ വിപരീത ധ്രുവമാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്താണ്, നോർത്ത് പോൾ ആണ് ഇവിടെ ഉണ്ടാവുക. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യന്, ഈ പ്രതിഭാസം കാന്തത്തിന്റെ ഏത് സവിശേഷതയാണ് വ്യക്തമാക്കുന്നതെന്നാണ് കേട്ടോ. ഏത് സവിശേഷതയാണ്? പ്രതിഭാസത്തെ കാന്തിക പ്രേരണം എന്ന് വിളിക്കുന്നു കേട്ടോ. ഒരു കാന്തിക പദാർത്ഥം ഒരു കാന്തത്തിന്റെ സമീപത്തോ സമ്പർക്കത്തിലോ ഇരിക്കുമ്പോൾ അതൊരു താൽക്കാലിക കാന്തമായിട്ട് മാറുന്ന സവിശേഷതയാണ് കാന്തിക പ്രേരണം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ബാർകാന്തം, കാന്തം എന്നിവയെ 2 ഇരുമ്പാണികൾ വീതം തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. AB. ഇവയിൽ ഓരോന്നിലും ശരിയായ ചിത്രം ഏതെന്നാണ് കേട്ടോ. അപ്പൊ Aയിൽ ഏതാണ്? Aയിൽ മൂന്നാമത്തെ ചിത്രമാണ്. ഇതാണ് Aയിൽ ശരിയായിട്ടുള്ള ചിത്രം. ഇനി Bയിലോ രണ്ടാമത്തെ ചിത്രം, അതായത് ആണികൾ അടുത്ത് നിൽക്കുന്നതാണ് Bയിലും, ആണികൾ അകത്ത് നിൽക്കുന്നതാണ് Aയില് ശരിയായത്. Bയിലേതാണ് രണ്ടാമത്തത്, എന്താണ് ആണികൾ അടുത്ത് നിൽക്കുന്നത്. കാരണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് Aയിൽ ബാർകാന്തത്തിന്റെ ഒരു ധ്രുവത്തിൽ അതായത് 2 ആണികൾ ഒട്ടിച്ചു വെക്കുമ്പോൾ 2 ആണികളിലും ഒരേ ധ്രുവങ്ങളാണ് വരുന്നത് കേട്ടോ. 2 ആണികളിലും ഒരേ ധ്രുവമാണ് വരുന്നത്. അതായത് ദക്ഷിണ ധ്രുവം നോർത്ത് പോൾ മാത്രമാണെങ്കിൽ എന്താണ്, 2 ആണികൾ ഒരേ ധ്രുവങ്ങളാണെങ്കിൽ എന്താണ് അവിടെ വികർഷണാണ് ഉണ്ടാവുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, അതായത് 2 ആണികളും തമ്മിൽ വിട്ടിരിക്കുന്ന ഇവിടാണ്. ഓക്കെ. Bയിൽ എന്താണ്, കാന്തത്തിന്റെ 2 ധ്രുവങ്ങളിലുമാണ് ആണികൾ ഇരിക്കുന്നത്. ഒരു ആണിയിൽ S ധ്രുവവും മറ്റേതിൽ N ധ്രുവവും ഉള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്, വിപരീത ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നതിനാലാണ് ഇവിടെ തമ്മിൽ അടുത്ത് നിൽക്കുന്നത്. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പച്ചിരുമ്പ് കഷ്ണം, അതേ വലിപ്പമുള്ള ഒരു ഉരുക്ക് കഷ്ണം, കവചിത ചെമ്പു കമ്പി, ബാറ്ററി എന്നിവ അനുയോജ്യമായി ഉപയോഗിച്ച് ശക്തി കൂടിയ സ്ഥിരകാന്തം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക എന്നാണ്. അതുപോലെ താൽക്കാലിക കാന്തം നിർമ്മിക്കുവാനുള്ള മാർഗം നിർദ്ദേശിക്കുക. നമുക്ക് ആവശ്യമില്ല അല്ലെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഒരു പരീക്ഷണത്തിൽ മേശയുടെ അടിയിൽ കാന്തം വെച്ച് പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക് കാറിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. കാറിനുള്ളിൽ ഒരു ഇരുമ്പ് കഷ്ണം വെച്ചിട്ടുണ്ട്. മരം കൊണ്ടുള്ള മേശ ഉപയോഗിച്ചപ്പോൾ കാറിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റീൽ മേശ ഉപയോഗിച്ചപ്പോൾ ഈ പരീക്ഷണം പരാജയപ്പെട്ടു. എന്താണ് ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ട്? എന്തായിരിക്കും കാരണം? സ്റ്റീൽ മേശ ഉപയോഗിച്ചപ്പോ സ്റ്റീല് ഒരു കാന്തിക പദാർത്ഥമാണ്. അപ്പൊ മേശയുടെ അടിയിൽ കാന്തം വെക്കുമ്പോൾ കാന്തിക പലരേഖകൾ സ്റ്റീലിലൂടെ കടന്നു പോകാതെ മേശയിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു. അതിനാൽ മേശയ്ക്ക് മുകളിലുള്ള കാറിലെ ഇരുമ്പ് കഷ്ണത്തിലേക്ക് കാന്തിക ബലം എത്തുന്നില്ല കേട്ടോ. എന്നാൽ സ്റ്റീലിന് പകരം അലൂമിനിയം മേശയാണ് ഉപയോഗിച്ചതെങ്കിൽ എന്ത് സംഭവിക്കും, എന്തുകൊണ്ടും എന്നാണ് കേട്ടോ. എന്താണ്, ഈ ഒരു പരീക്ഷണം വിജയിക്കുകയാണ് ചെയ്യുക. ഓക്കെ, കാറ് നീങ്ങാൻ തുടങ്ങും. കാരണം അലൂമിനിയം ഒരു അകാന്തിക പദാർത്ഥമാണ്. സ്റ്റീൽ ഇവിടെ കാന്തിക പദാർത്ഥമായിട്ടാണ് കാറ് നീങ്ങാനത്. എന്നാൽ ഇവിടെ എന്താണ്, അലൂമിനിയം ഒരു അകാന്തിക പദാർത്ഥമാണ്. അകാന്തിക പദാർത്ഥങ്ങളിലൂടെ കാന്തിക ബലരേഖകൾ തടസ്സമില്ലാതെ കടന്നു പോകാൻ സാധിക്കും. അതിനാൽ മേശയ്ക്ക് താഴെയുള്ള കാന്തത്തിന് മുകളിലുള്ള കാറിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. നമ്മളെ വിലയിരുത്താനുള്ള ഭാഗവും നോക്കി. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.